പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട സന്ദേശം. ഒരുപാട് സ്നേഹിച്ചതാ കുട്ടി, ഒരുപാട് സ്നേഹിച്ചതാ. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി എന്നൊരു ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ട് സംസാരിക്കുന്ന അല്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിക്കും. മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ അല്ല കേക്ക് അതൊന്നുമല്ല മിണ്ടാരിയടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെ കലാകാരന്മാർ ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ. അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല. അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? രാമോ നീ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണം. ഞാൻ പാട്ട് പാടുന്ന കേക്കണോ നിങ്ങൾക്ക്? രാമോ നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ട സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് വല്ല നിയമമാണ്? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച. മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ലവര്, മനസ്സിലായോ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും വേണ്ട, സഹിക്കണ്ട. ഇയാൾക്ക് ഉണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തള്ളേനെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ? നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാന് കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? ഇതെന്തൊരുപാട് എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ആക്ഷേപിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും വല്ലതും കിട്ടാണ്ടോ? അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല.